അപ്പോൾ ഹലോ ഗായ്സ്, അലീഷ ഹിയർ. അപ്പോൾ ഓൾറെഡി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഒരു ബേസിക് കാര്യം ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ സംസാരിച്ചായിരുന്നു. അതായത് നമ്മുടെ ബിൽഡ് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ ഇൻറ്റിമസി കാര്യങ്ങൾ, ഇതൊക്കെ ബിൽഡപ്പ് ചെയ്യണ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയും. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസഗ്രിമെന്റ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കത്തില്ല എൻ്റെ പാർട്ണറിൻ്റെ അഭിപ്രായം. സോ നമ്മൾ രണ്ടുപേരും തന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ രണ്ടുപേരും അഭിപ്രായങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ രണ്ടുപേരും അതിലാലോചിച്ച് എന്തുകൊണ്ടാണ്, അതായത് വെറുതെ സംസാരിക്കില്ല. ഇപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, ബട്ട് ഞാൻ പറയണതിൻ്റെ ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്യാനുള്ള, എന്തുകൊണ്ടാണ് ഞാൻ അത് സംസാരിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ എൻ്റെ പാർട്ണറും പറയണം ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന അഭിപ്രായം ഞാൻ പറഞ്ഞത്, എൻ്റെ റീസൺ എന്നതാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ സോ ബെസ്റ്റ് ഓഫ് ദിസ് ഒന്നില്ലെങ്കിൽ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടുപേരും വീണ്ടും സംസാരിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നും ബെസ്റ്റ്, ഇതിൻ്റെ ഉള്ളിൽ നിന്നും ബെസ്റ്റ്. അപ്പോൾ രണ്ടുപേരും കണക്ഷൻ ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡിസഗ്രിമെന്റ്സ് ഉണ്ടാവത്തില്ല. അപ്പം ഇതിൻ്റെ മെയിൻ ഹെൽത്തി സൈഡ് എന്ന് പറയണത് ഒരു റിസെന്റ്മെന്റ് ഒഴിവാക്കാം നമുക്ക്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പ്രൊസീഡ് ചെയ്യുന്ന വിചാരിക്കും, പക്ഷെ ആ അഭിപ്രായത്തിൽ എൻ്റെ ഹസ്ബൻഡിന് താല്പര്യമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്തുണ്ടാവണം, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. സെയിം തന്നെ എൻ്റെ ഹസ്ബൻഡ് പറയണത് ഞാൻ കേട്ടില്ല, ഹസ്ബൻഡ് രീതിക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെയും ഒരു കോൺഫ്ലിക്റ്റ് വരത്തില്ലേ? എന്തിനാ വെറുതെ? രണ്ടുപേരും സംസാരിച്ച് ഒരൊറ്റ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സെക്കൻഡ് ടോപ്പിക്ക് ഇന്നത്തേക്ക് സംസാരിക്കുന്നത്.